നിങ്ങൾക്ക് ഏതെങ്കിലും പ്രായത്തിൽ ഉയരം കൂടാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അസാധ്യമാണ്, അല്ലേ? പക്ഷേ അത് സത്യമാണ്. നിങ്ങളുടെ അസ്ഥികൾ സമയത്തിനൊപ്പം മാറാൻ കഴിയും എന്നതാണ് കാര്യം. എന്നെ വിശ്വസിക്കുന്നില്ലേ? ഉദാഹരണത്തിന് റസ്റ്റനെ എടുത്തു നോക്കൂ. അവൻ തന്റെ 20കളുടെ അവസാനം ശ്രദ്ധേയമായ വളർച്ച അനുഭവിച്ചു. ആദ്യത്തിൽ 5 അടി 8 ഇഞ്ച് ശരാശരി ഉയരത്തിൽ നിന്നിരുന്ന റസ്റ്റും വോൾഫ് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യായാമ സാങ്കേതികതകളിൽ മുഴുകി. മന്ദഗതിയിലുള്ള അവൻ ശ്രദ്ധേയമായ ഫലങ്ങൾ കണ്ടു. അവന്റെ ഉയരം 5 അടി 8 ഇഞ്ചിൽ നിന്ന് 6 അടി 2 ഇഞ്ച് എന്ന ശ്രദ്ധേയമായ ഉയരത്തിലേക്ക് വർദ്ധിച്ചു. അവൻ ഇപ്പോൾ പ്രശസ്തമായ കൈക്കളി കളിക്കാരനായ ഡെവോൺ ലാറ്റിനെ നോക്കാം. അവന്റെ കൈകളുടെ നീളത്തിൽ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് മറ്റൊന്നിനേക്കാൾ ദൃശ്യമായും നീളമാണ്. എന്തായാലും അവൻ പരിശീലനം നടത്തുന്ന കൈയാണ് നീളം കൂടിയത്. സമയോചിതം? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കഴിഞ്ഞാൽ കെനിയയിലെ മാസായി ഗോത്രമുണ്ട്. ഈ ആളുകൾ 6 അടി 3 ഇഞ്ച് ശരാശരി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആളുകളിലൊരാളായി അറിയപ്പെടുന്നു. അവർ വോൾഫ് നിയമം എന്ന ശാസ്ത്രീയ സിദ്ധാന്തം ഉപയോഗിച്ച് ഇത്തരത്തിൽ ഉയരത്തിൽ വളരാൻ കഴിയും. ഈ ആശയം 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ അനാഡോമിസ്റ്റും ശസ്ത്രക്രിയ വിദഗ്ധനുമായ ജൂലിയസ് വോൾഫ് രൂപീകരിച്ചു. ആരോഗ്യകരമായ മൃഗത്തിലെ അസ്ഥി അതിന്റെ മേൽ ചുമത്തുന്ന ഭാരങ്ങൾക്ക് അനുസരിച്ച് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ശരാശരി ആളെക്കാൾ ബോഡി ബിൽഡർമാർക്ക് ഉയർന്ന അസ്ഥി സാന്ദ്രതയുള്ളത്. അതിനെ എങ്ങനെ പ്രയോഗിച്ച് ഉയരം കൂടാൻ സഹായിക്കാം? ഈ വീഡിയോയിൽ മാസായി ജനങ്ങൾ, റസ്റ്റ മക്മദോവ്, ഡെവോൺ ലാററ്റ് എന്നിവരുടെ ഉയരം ഏതു പ്രായത്തിലും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. അവസാന ഘട്ടം നിങ്ങളുടെ അസ്ഥികൾക്ക് ഉയരം കൂടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഘട്ടം 1: നിങ്ങളുടെ വളർച്ചാ ഹോർമോൺ വർദ്ധിപ്പിക്കുക. വളർച്ചാ ഹോർമോൺ നിങ്ങളുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അത് ശരിയായ നിലയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വ്യായാമങ്ങൾ ചെയ്താലും